മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയജനമേ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപരിപാലനയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. നമ്മെ അറിഞ്ഞ് നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവപിതാവിൻ്റെ മക്കളായിട്ടാണ് നാം ജീവിക്കുന്നത്. ഏതൊരു ആഗ്രഹവും അറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടത് ചെയ്യുകയില്ലേ? വയലിലെ ലില്ലികളെക്കാളും ആകാശത്തിലെ പറവകളെക്കാളും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു. ആ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. എന്ത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നാലും ദൈവം സ്നേഹത്തോടെ കരുതലോടെ നമ്മെ കൂടെ നടക്കുന്നു. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാപം ചെയ്ത് അകന്നാലും ദൈവത്തെ മറന്നകന്നാലും മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയിട്ട് പോലും ദൈവം അവർക്ക് മുൻപേ നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി വഴിയൊരുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയജനമേ, നമുക്ക് മുൻപേ യേശു നടന്ന് പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ ബലിയായി തീർന്നത് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതിയാണ്. നമുക്കും ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കാം. ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ദൈവാനുഭവത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. ഒരിക്കൽ സെമിനാരിയിൽ നിന്ന് ഒരു ഔട്ടിങ് പോകാനായിട്ട് ഇടയായി. അരുവിയിൽ കുളിക്കുന്ന സമയത്ത് ആഴമുള്ള ഭാഗത്തേക്ക് അറിയാതെ തെന്നി ഒഴുക്കിൽപ്പെട്ടു പോയി. അവിടെ കിടന്ന് കൈകാലുകൾ അടിച്ച് കൂടെയുണ്ടായിരുന്നവരെ വിളിക്കുവാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അവർ ധരിച്ചു അവിടെ ആഴം കുറവായതിനാൽ അവിടേക്ക് വരുവാനാണ് വിളിച്ചതെന്ന്. എന്നാൽ ഒരു സഹോദരൻ അത് കണ്ട് അവിടേക്ക് കടന്നു വരികയും എന്നെ കൈപിടിച്ച് നടത്തുകയും ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ സഹോദരനിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഒരു ചെറിയ കാര്യവും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഒരിക്കൽ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഒരു മനുഷ്യൻ വീട് വെള്ളത്തിൽ മുങ്ങാറായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, എന്നെ അങ്ങ് വന്ന് കൈപിടിച്ച് രക്ഷിക്കണമേ. ആ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തു. എന്നാൽ ആ മനുഷ്യന് തിരിച്ചറിയാതെ പോവുകയാണ്. ഒരു വഞ്ചി അതിലൂടെ കടന്നു പോവുകയും ആ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ മനുഷ്യൻ ഇപ്രകാരം മറുപടി പറഞ്ഞ വഞ്ചിക്കാരനോട്: ദൈവം എന്നെ നേരിട്ട് വന്ന് രക്ഷിക്കും, എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വരികയുള്ളൂ. രണ്ടാമത് വെള്ളം കൂടുതൽ പൊങ്ങി തുടങ്ങി. അപ്പോൾ ഒരു ബോട്ട് ആ വഴി വന്നു. ആ ബോട്ടിലുണ്ടായിരുന്നവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: വേണമെങ്കിൽ വന്ന് കയറിക്കോളൂ, ഒരാൾക്കുള്ള സ്ഥലമുണ്ട് എന്ന്. എന്നാൽ അപ്പോഴും ആ മനുഷ്യൻ മറുതലിച്ചുകൊണ്ട് പറഞ്ഞു: ദൈവം എന്നെ രക്ഷിക്കുവാനായിട്ട് വരും, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ വീണ്ടും മുങ്ങി താഴാറായപ്പോഴും ഒത്തിരി പേരെ വന്ന് രക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ അദ്ദേഹം മറുതലിച്ചുകൊണ്ട് ദൈവം നേരിട്ട് വന്ന് രക്ഷിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. അവസാനം ആ മനുഷ്യൻ മുങ്ങി മരിക്കാറായപ്പോൾ ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു: ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നിനക്ക് വേണ്ടി ഞാൻ ഇത്ര നേരം കാത്തിരുന്നിട്ടും നീ എന്തുകൊണ്ട് വന്നില്ല? ഒരു അശ്രീരി പോലെ ദൈവത്തിൻ്റെ സ്വരമുണ്ടായി. ഒരു വഞ്ചിക്കാരനായിട്ട് ഒരു ബോട്ടിലൂടെ ഒത്തിരിയേറെ പേരിലൂടെ നിന്നെ രക്ഷിക്കുവാനായിട്ട് ഞാൻ കടന്നു വന്നു, എന്നാൽ നീ തിരിച്ചറിഞ്ഞില്ല. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവത്തിൻ്റെ പരിപാലന നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മോട് കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങളിലൂടെ ഒത്തിരിയേറെ ദൈവപരിപാലന നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്ന് മറ്റൊരാൾ മൂലം നാം രക്ഷിക്കാനായിട്ട് ഇടയായിട്ടുണ്ടാകാം. ദൈവത്തിന് ഓർത്തുകൊണ്ട് നന്ദി പറയാം. ദൈവപരിപാലനയിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവർ വഴി നമുക്ക് ലഭിക്കുന്ന ദൈവപരിപാലന മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.